മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടക്ക് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് മാധ്യമങ്ങൾ ആഘോഷിച്ചു. പിണറായി വിജയനെതിരെയുള്ള ദുഷ്പ്രചരണത്തിന് വലിയൊരു പങ്ക് വഹിച്ചത് കടക്ക് എന്ന അദ്ദേഹത്തിൻ്റെ പദപ്രയോഗമാണ്. വർഷങ്ങളായി മാധ്യമങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു ആ പദപ്രയോഗം. ഇപ്പോൾ സതീശൻ സ്ഥിരമായി പത്രസമ്മേളനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: എന്നെ കൊണ്ടൊന്നും അധികം പറയിക്കരുത്. സതീശൻ്റെ സ്ഥിരം ഡയലോഗാണ് ഇത്. ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സതീശൻ പിണറായിയേക്കാൾ അസഹിഷ്ണുത ഉള്ള നേതാവായി മാറുന്നു. സതീശൻ്റെ അസഹിഷ്ണുത തികച്ചും പ്രകടമാകുന്നു പത്രസമ്മേളനങ്ങളിൽ. തുറമുഖം, നിയമവകുപ്പ്, ധനകാര്യം എന്നിവ കൈകാര്യം ചെയ്യുന്നത് VD സതീശനാണ്. തുറമുഖം സതീശൻ ഏറ്റെടുത്തത് ഒരത്ഭുതമായിരുന്നു. കാരണം സാധാരണ അപ്രധാന വകുപ്പാണ് തുറമുഖം. പക്ഷേ തുറമുഖ വകുപ്പ് സതീശൻ ഏറ്റെടുത്തതിന് പിന്നിൽ ഒരു ഡ്രീം പ്രോജക്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെതായ ഒരു ഡ്രീം പ്രോജക്റ്റ് ഉണ്ട്. ആ ഡ്രീം പ്രോജക്റ്റിൻ്റെ ആദ്യഘട്ടം തന്നെ വിവാദമാവുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തുറമുഖ വകുപ്പ് ഏറ്റെടുത്തതിനെ പറ്റി പത്രപ്രവർത്തകർ സതീശനോട് ചോദിച്ചപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണ് IT വകുപ്പ് ഏറ്റെടുത്തത് എന്നാണ് സതീശൻ തിരിച്ച് ചോദിച്ചത്. ശരിയാണ്, പിണറായി വിജയൻ IT വകുപ്പ് ഏറ്റെടുത്തിരുന്നു. EK നയനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം IT വകുപ്പ് ഏറ്റെടുത്തിരുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോൾ IT വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. EK നയനാർ മുഖ്യമന്ത്രിയായപ്പോഴാണ് IT വകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് എന്ന ഒരു IT വില്ലേജ് തന്നെ ഉണ്ടാവുകയും ചെയ്തു. EK നയനാർ വിദേശത്ത് പോയി ആപ്പിളിൻ്റെ കമ്പനി സന്ദർശിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടത്. അവിടെയൊക്കെ IT വകുപ്പ് കൈകാര്യം ചെയ്ത EK നയനാരും VS അച്യുതാനന്ദനും പിണറായി വിജയനും ഒക്കെ കാര്യങ്ങൾ വളരെ എന്താ പറയുക, വളരെ അഴിമതിരഹിതമായി കൈകാര്യം ചെയ്തു. ഇവിടെ തുറമുഖ വകുപ്പ് സതീശൻ ഏറ്റെടുത്തപ്പോൾ തന്നെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. വിഴിഞ്ഞം തുറമുഖം അദാനിയുടെ കയ്യിലാണ്. അദാനിയുടെ കയ്യിൽ കിടക്കുന്ന തുറമുഖം തുറമുഖത്ത് കോടികൾ കൊയ്യാനുള്ള അല്ലെങ്കിൽ കോടികൾ ലാഭം കൊയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അദാനി ഗ്രൂപ്പുമായി സതീശനുള്ള ബന്ധം അത് ശ്രദ്ധേയമാണ്. സതീശൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ സതീശൻ നടത്തിയ മംഗലാപുരം യാത്ര എന്തിനു വേണ്ടിയായിരുന്നു? ആദ്യം സതീശൻ പറഞ്ഞു മൂകാംബിക ദർശനത്തിന് പോയെന്ന്. പിന്നീട് സതീശൻ പറഞ്ഞു ആര്യാടൻ മുഹമ്മദിൻ്റെ ബന്ധുവിനെ കാണാനാണ് താൻ പോയതെന്ന്. പക്ഷെ അവരെ ആരെയും അല്ല കണ്ടത്. അദാനി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കിഷോർ ആൽവെയാണ് സതീശൻ കണ്ടത്. അദാനി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കിഷോർ ആൽവെയുമായി സതീശൻ കൂടിക്കാഴ്ച നടത്തുന്ന ഫോട്ടോകൾ പുറത്തുവിട്ടു. അല്ലെങ്കിൽ മൂകാംബിക ദർശനത്തിൻ്റെ ഫോട്ടോ എന്തുകൊണ്ട് സതീശൻ പുറത്തുവിട്ടില്ല? അതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തായാലും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വൻ അഴിമതി നടക്കാൻ പോകുന്നു. സർക്കാരിൻ്റെ അനുവാദമില്ലാതെ ഓഹരികൾ വിൽക്കാൻ പാടില്ല എന്നൊരു നിബന്ധനയുണ്ട്. 79% ഓഹരികൾ വിൽക്കാമെങ്കിലും, അദാനി ഗ്രൂപ്പിന് വിൽക്കാമെങ്കിലും അതിന് സർക്കാരിൻ്റെ അനുവാദം വേണം. ഇവിടെ സർക്കാരിൻ്റെ അനുവാദം കൂടാതെയാണ് 49% ഓഹരി അദാനി ഗ്രൂപ്പ് MSE കമ്പനിക്ക് കൈമാറുന്നത്. അതിനെതിരെ, അദാനി ഗ്രൂപ്പിൻ്റെ ഈ തീരുമാനത്തിനെതിരെ ഒരു ഓർഡർ പോലും, ഒരു കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞ് ഒരു മെമ്മോ അയക്കാൻ പോലും സതീശൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? കരാർ ലംഘിച്ചതിൻ്റെ പേരിൽ ഒരു ചെറിയൊരു മെമ്മോ, ഒരു 2 വാക്കുള്ള മെമ്മോ അയക്കാത്തത് എന്തുകൊണ്ട്? സർക്കാരിനെ വിഡ്ഢിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സതീശനെ മുൻനിർത്തിക്കൊണ്ട് തൻ്റെ ബിസിനസ് വലിയ ലാഭത്തിലേക്ക് അദാനി കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ തുറമുഖ വകുപ്പ് പൊന്നുകൊയ്യുന്ന വകുപ്പാണെന്ന് സതീശന് അറിയാം. അദാനിയിൽ നിന്ന് എത്ര കോടി സതീശന് കിട്ടി എന്നുള്ള ചോദ്യങ്ങൾ ഇനി ചോദിക്കേണ്ടി വരും മാധ്യമ പ്രവർത്തകർക്ക്. അപ്പോഴൊക്കെ എന്നെ കൊണ്ടധികം പറയിക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
വിഴിഞ്ഞം പോർട്ടിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന് എന്ത് കാര്യമെന്നാണ് സതീശൻ ചോദിച്ചത്. കെ രാഗേഷിന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ ആകാംക്ഷയുണ്ട്. അവിടെ എന്തുമാത്രം അഴിമതി നടക്കുന്നു എന്നറിയാനുള്ള ആകാംക്ഷയുണ്ട്. അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നറിയാനുള്ള ആകാംക്ഷയുണ്ട്. കെ രാഗേഷ് കേരളത്തിലെ പൗരനാണ്. വിഴിഞ്ഞം പോർട്ട് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ്. ഏകദേശം 27,000 കോടി രൂപ ചെലവഴിച്ചാണ് വിഴിഞ്ഞം പോർട്ട് സർക്കാർ നിർമ്മിച്ചിരിക്കുന്നത്. അവിടെയാണ് അദാനി ഓഹരി കൈമാറ്റം നടത്തുന്നത്, തൻ്റെ ഓഹരി കൈമാറാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അദാനി ഓഹരി കൈമാറ്റം നടത്താൻ ശ്രമിക്കുമ്പോൾ അതിന് പിന്നിലെ രഹസ്യമെന്ത് എന്ന് ചോദിക്കാനുള്ള ആർജവം പത്രപ്രവർത്തകർക്ക്, സാധാരണ മാധ്യമ പ്രവർത്തകർക്ക് ഇല്ലായിരിക്കാം. മാത്രമല്ല, സതീശൻ അസഹിഷ്ണുതയുടെ ഒരു വക്താവായി മാറിക്കൊണ്ടിരിക്കുന്നു. പിണറായി വിജയനേക്കാൾ മാധ്യമങ്ങളോട് അസഹിഷ്ണുതയുള്ള ഒരു വ്യക്തിയായി സതീശൻ ഭാവിയിൽ മാറും എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ സതീശൻ ആഗ്രഹിക്കുന്നില്ല. സതീശൻ്റെതായ ചോദ്യങ്ങളാണ് ഇഷ്ടം. ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ നാളെ സതീശനും മാധ്യമങ്ങളോട് പറയും കടക്ക് പുറത്തെന്ന്.